പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ 20-കാരൻ അറസ്റ്റിൽ. കാസർഗോഡ് കൊടവലത്തെ ദേവാനന്ദനെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യക്ക് ശ്രമിച്ച 15-കാരിയെ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോഡ്ജിൽ താമസിപ്പിച്ചതിനു ശേഷം ദേവാനന്ദൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതിൽ മനംനൊന്ത് പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഒരു ലോഡ്ജിൽ താമസിപ്പിക്കുന്നു, അതിനുശേഷം ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. പക്ഷേ ആ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതോടെ ഈ പെൺകുട്ടി മാനസികമായി തകർന്നു. അതോടെ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ സംഭവം എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ്? ടോമേ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഡേറ്റിംഗ് ആപ്പ് വഴി കൗമാരക്കാരെ ലക്ഷ്യപ്പെടുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ അതിന് സമാനമായ രക്ഷിതാക്കൾ ഏറെ ഭയപ്പെടേണ്ട അതിന് സമാനമായ ഒരു വാർത്തയാണ് വീണ്ടും കാസർഗോഡ് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതായത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 20 വയസ്സുകാരനായ ദേവനന്ദൻ എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ 17 വയസ്സുകാരിയായ വളപട്ടത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും പിന്നീട് ഈ കാഞ്ഞങ്ങാടേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ഞങ്ങാടേക്ക് വരാൻ ഈ കുട്ടി ആവശ്യപ്പെടുകയും കാഞ്ഞങ്ങാട് വരികയും ചെയ്തു. പിന്നീട് പല സ്ഥലങ്ങളിലും ഇവർ കറങ്ങിയതിനു ശേഷം ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം അവിടെ താമസിക്കുന്നു. വീട്ടുകാരോട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ വരുന്നത്. അത് വീട്ടുകാർ വിശ്വസിക്കുന്നു, കാരണം ആ പെൺകുട്ടിക്ക് ഒരു സുഹൃത്ത് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2 ദിവസം ലോഡ്ജിൽ താമസിച്ചതിന് ശേഷം ഈ പെൺകുട്ടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയതിനു ശേഷം ഈ യുവാവിനെ 20 വയസ്സുകാരനായ വിദ്യാർത്ഥിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് ഈ കൊടവലം സ്വദേശിയായ ദേവനന്ദൻ വ്യക്തമാക്കിയതോടെ എലിവിഷം കഴിച്ച് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയാണ് ഈ കുട്ടിയുള്ളത്. ഈ കുട്ടിയെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്, ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൊടവലം സ്വദേശിയായ ഈ ദേവനന്ദനെ പരിചയപ്പെടുന്നത്. പിന്നീട് തങ്ങൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പോയിട്ടുണ്ടെന്ന കാര്യവും, ഒപ്പം കാഞ്ഞങ്ങാട് ഇത്തരത്തിൽ ലോഡ്ജിൽ 17 വയസ്സായ ഒരു കുട്ടിക്കാണ് ഈ ലോഡ്ജിൽ മുറി കൊടുക്കുന്നതെന്നതാണ് മറ്റൊരു പ്രധാന ഗൗരവമുള്ള ഒരു സംഭവം. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് രക്ഷിതാക്കളുടെ അശ്രദ്ധ തന്നെയാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ചതി കെണികൾ ഒരുപാട് ഈ കാലഘട്ടത്തിൽ നടക്കുന്നു എന്നതാണ്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഈ ദേവനന്ദനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പല സംഭവങ്ങളും ഇത്തരം വാർത്തകൾ നമ്മൾ കാണുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒക്കെ കാര്യങ്ങളാണ്. ഏതായാലും അത്തരം കാര്യങ്ങൾ പോലീസ് ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തിയതോടുകൂടിയാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഏറ്റവും ഒടുവിലായി കാഞ്ഞങ്ങാട് ഇത്തരത്തിൽ ലോഡ്ജിൽ 2 ദിവസം മുറിയെടുത്ത് താമസിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി വിവാഹ അഭ്യർത്ഥന നടത്തുകയായിരുന്നു. അതായത് ഇയാൾ വിവാഹ കാരണം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2 ദിവസത്തോളം കാണാനില്ലാത്ത സാഹചര്യം. കാരണം 2 ദിവസത്തോളം അവർ ലോഡ്ജിൽ താമസിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ കുടുംബം അതറിയാതിരുന്നത്? അവർ പരാതി നൽകിയിരുന്നില്ലേ? എന്താണ് പുറത്തു വരുന്ന വിവരം? ടോമെ, ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ പുറത്തിറങ്ങുന്നത്. 2 ദിവസമാണ് അത്. ഇതിന് വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഈ സംഭവത്തിന്റെ. കാരണം 2 ദിവസമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഈ സുഹൃത്ത് ആരാണെന്ന് രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല, അവരെ ബന്ധപ്പെടുന്നില്ല. തങ്ങളുടെ മക്കൾ എവിടെ പോയി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും 2 ദിവസം അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും ഏറി വരുന്നത് വലിയ ആശങ്കയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾക്ക്. കാരണം വലിയ തിരക്കുള്ള ആളുകൾ, ഈ രക്ഷിതാക്കൾക്കൊക്കെ വലിയ തിരക്ക്, മക്കളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല.
അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും ഈ കുട്ടി അപകടനില തരണം ചെയ്തു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ഈ കുട്ടിയെ വിശദമായും ഈ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവം നടന്നത്. ഈ ദേവനന്ദിനി ഇത്തരത്തിൽ മറ്റു പെൺകുട്ടികളെ ഏതെങ്കിലും ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം സംഭവം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ പോലീസ് വളപട്ടണം പോലീസാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം ഈ പെൺകുട്ടിയുടെ വീട് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായ മറ്റ് പീഡനമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയതും ഒപ്പം ലോഡ്ജിൽ താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഈ ദേവനന്ദനോട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറിയ മനോവിഷമത്തിലാണ് എലിവിഷം കഴിച്ചതെന്നും ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ കൂടുതൽ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.